നമ്മൾ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഒരു വലിയ വികസന കോൺക്ലേവിലേക്ക് വരികയാണ്. ആ കോൺക്ലേവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1996 ജനകീയ ആസൂത്രണം അധികാര വിതരണം ആരംഭിച്ച സമയത്ത് നമ്മുടെ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് എന്തായിരുന്നു, ഇന്നിപ്പോൾ 2025 നമ്മുടെ ഗ്രാമം എവിടെ എത്തിച്ച് നിൽക്കുന്നു. 2030 നമ്മൾ കാണുകയാണ് നമ്മുടെ ഗ്രാമത്തെ, കൊച്ചു ഗ്രാമത്തെ ഏത് അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിവിധങ്ങളായ പരിപാടികൾ ഇപ്പോൾ തന്നെ നമ്മളൊരു ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളാണ്. ഇപ്പോൾ കാർഷിക രംഗത്തെ നമ്മുടെ പ്രശ്നങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാർഷിക രംഗത്ത് 96 നമ്മുടെ പാടശേഖരങ്ങളൊക്കെ തരിച്ചു കിടക്കുന്ന സാഹചര്യമായിരുന്നു. ഇന്നിപ്പോൾ 2025 നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന 41 ഏക്കറും കതിരണിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണ്. എലിക്കുളം റൈസ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ തരിച്ചു കിടന്ന ഒരു പാടത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടെ രക്തശാലി അരി കൃഷി ചെയ്ത് ഇപ്പോൾ അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2025 നമ്മുടെ പാടശേഖരത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലെത്തി. ഇനി 2030 നമ്മളൊരു റൈസ് മില്ലടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഓരോ മേഖല, വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? നമ്മൾ 2096 ഇപ്പോൾ അംഗനവാടിയുടെ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യക്ഷേമത്തിൽ അവർ ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്തു. ആ 96 കാലഘട്ടങ്ങളിൽ അംഗനവാടികളിൽ എല്ലായിടത്തും കെട്ടിടങ്ങളില്ലായിരുന്നു, ഭൗതിക സാഹചര്യങ്ങൾ മോശമായിരുന്നു. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുട്ടികളുടെ കടന്നുവരവുമായി ബന്ധപ്പെട്ട് അവരുടെ അക്കാഡമിക് നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നമ്മൾ നടന്നു. ഇന്നിപ്പോൾ മെനു തന്നെ ബിരിയാണി അടക്കമുള്ള മെനു അടക്കം വന്ന് അവരെല്ലാം ഹാപ്പിയാണ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞു. പക്ഷേ അവർക്ക് കുറേ ആശങ്കകളുണ്ട്. 2030 നമുക്ക് എങ്ങനെയാണ് മാറേണ്ടത്? അപ്പോൾ അങ്ങനെ ഓരോ മേഖലകൾ, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒരുപാട് അച്ചീവ്മെൻറ്റ് നമ്മൾ ആരോഗ്യ മേഖല നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇനിയും നേടേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ആരോഗ്യ മേഖലയായി വന്നിട്ട് പാലിയേറ്റീവ് രംഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ഹെൽത്ത് ഇൻഡെക്സുകളും ലോക നിലവാരത്തിലാണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രത്യേകതയാണ്. പക്ഷേ ആ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഇന്ന് ആയുർദൈർഘ്യം കൂടിയതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആയുർദൈർഘ്യം കൂടി, അവരുടെ ആയുർദൈർഘ്യം കൂടിയതിൻ്റെ ഭാഗമായി വയോജനങ്ങൾ നല്ലൊരു ശതമാനം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരിക. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 20% വയോജനങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലാണ് 7652 വയോജനങ്ങളുണ്ട്. അതിൽ പലരും നമ്മുടെ 163 പേരോളം കിടപ്പ് രോഗികളാണ്. അപ്പോൾ ആ കിടപ്പ് രോഗികൾ അടക്കുന്ന ആളുകളെ ഇവരെ മാനേജ് ചെയ്തു പോകണം. വയോജനങ്ങൾ ആയുർദൈർഘ്യം കൂടിയത് നല്ല സൂചകം, പക്ഷേ അവരെ മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൻ്റെ ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ അവർക്കെല്ലാം സൗകര്യപ്രദമായ ഹോം നേഴ്സിംഗ് സംവിധാനം ആവശ്യമുണ്ട്. അവർക്കൊരു കെയർ ടേക്കറെ, ഞാൻ കിടക്കുന്ന ഒരു രോഗിയാണ്, എനിക്ക് ആവശ്യമുള്ള മരുന്ന് കിട്ടാനുള്ള ഒരു സംവിധാനം, എനിക്ക് ആശുപത്രി പോകാൻ ഒരാളുടെ, പിള്ളേർ വിദേശത്തായിരിക്കും, ആശുപത്രി പോകാൻ ഒരാളുടെ ഒരു സഹായം, അപ്പോൾ അതിനുവേണ്ടി കെയർ ടേക്കറുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കെയർ ടേക്കർക്ക് ഹോം നേഴ്സുകളുടെ അടക്കം ഒരു പരിശീലനം അടക്കം ഗവൺമെൻറ് അതിലേക്ക് വരികയാണ്. നമ്മുടെ പഞ്ചായത്ത് അതിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ കിടപ്പ് രോഗികൾക്ക് ആവശ്യമുള്ള കെയർ ടേക്കറുകളെയും അവളുള്ള ഹോം നേഴ്സുകളുടെയും നമ്മൾ തന്നെ പരിശീലിപ്പിച്ച് അവർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വരികയാണ്. അങ്ങനെ പാലിയേറ്റീവ് ആരോഗ്യ രംഗത്തെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ, സബ് സെൻ്ററുകളുടെ ഇടപെടലുകളിൽ എല്ലാ ആളുകളുടെ ഇടയ്ക്കും അവരുടെ നീഡിനനുസരിച്ച് ആരോഗ്യരംഗം മാറണം. അതുപോലെ തന്നെ നമ്മുടെ വായനശാലകളുടെ സാംസ്കാരിക രംഗത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. സാംസ്കാരിക രംഗത്തെ കുറേ കൂടെ എന്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന മേഖലകൾ, ലൈബ്രറികളെല്ലാം നമ്മൾ അതനുസരിച്ച് കാര്യങ്ങൾ വന്നു. ലൈബ്രറികളോടനുബന്ധിച്ച് ഇപ്പോൾ ലൈബ്രറി പുസ്തകം വായിക്കുന്നത് മാത്രമല്ല, ലൈബ്രറികൾ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായി മാറത്തക്ക രീതിയിലുള്ള വലിയ ഇടപെടലാണ് ലൈബ്രറി കൗൺസിലൊക്കെ വരുന്നത്. നമ്മുടെ പഞ്ചായത്താണെങ്കിൽ അതിനകത്ത് കുറേ സഹായങ്ങൾ നമ്മൾ ലൈബ്രറികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖലയും എടുത്തെടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള തലങ്ങളിലേക്കുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വരികയാണ്. സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളിൻ്റെ നമ്മുടെ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതോടൊപ്പം തന്നെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടി BRCയും പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയും നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ കുട്ടികളെ മുഴുവൻ എയ്ഡഡ് സ്കൂളുകളിലും നമുക്ക് പഞ്ചായത്തിന് ഇടപെടുന്നത് അവരുടെ അക്കാഡമിക് നിലവാരത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് സ്റ്റുഡൻസ് ഗ്രീൻ ആർമി എന്നുള്ള നിലയിൽ ഒരു സ്കൂളിൽ 30 കുട്ടികൾ വെച്ച് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളെയും വെച്ച് സ്റ്റുഡൻസ് ഗ്രീൻ ആർമിക്ക് നമ്മൾ രൂപം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയാണ് ചെയ്തത്. അവിടെ തന്നെ കാർഷിക തോട്ടങ്ങൾ, പച്ചക്കറി തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഉപകരണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, വളങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാ സ്കൂളുകളോടനുബന്ധിച്ച് നമ്മുടെ കാർഷിക തോട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സഹായിക്കുന്നുണ്ട്. എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും നമ്മുടെ തായ്ക്കൊണ്ട പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ പോലും നമ്മൾ അക്കാഡമിക് നിലവാരത്തിൽ ഇടപെടുകയും കാര്യങ്ങൾ, പക്ഷേ പോരായ്മയുണ്ട്. ആ പോരായ്മയെ നമ്മൾ എങ്ങനെയാണ് 2030 നമ്മുടെ സ്കൂളുകൾ എങ്ങനെ വേണം, നമ്മൾ ഏത് വിഭാവന ചെയ്യണം എന്ന് ചുരുക്കി പറയുന്നത്, ഇങ്ങനെ ഓരോ മേഖലയും ഞാൻ എല്ലായിടത്തും വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ഓരോ മേഖലകളിലും നമ്മളുടെ 96 അവസ്ഥയിൽ നിന്ന് 2025 നമ്മൾ എത്തി നിൽക്കുന്നു. 2030 നമ്മൾ എങ്ങനെയാവണമെന്നുള്ളൊരു ചർച്ചയാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ സെപ്റ്റംബർ 9 തൊട്ട് നമ്മുടെ അനുബന്ധ പരിപാടികൾ ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 9 പാലിയേറ്റീവ് സംഗമം നമ്മൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട്
എലിക്കുളത്തിൻ്റെ വികസനത്തിൽ ഗ്രന്ഥശാലകളുടെ പങ്കിനെ സംബന്ധിച്ചൊരു സെമിനാർ വരുന്നുണ്ട്. എലിക്കുളത്തിൻ്റെ വികസനത്തിൽ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ പങ്കിനെ സംബന്ധിച്ച് വെല്ലുവിളികളെ സംബന്ധിച്ച് നമ്മളൊരു സെമിനാർ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എലിക്കുളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു ചരിത്ര രചന ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ട് അനുബന്ധ പരിപാടികൾ ഓരോ ദിവസം നമ്മൾ അനുബന്ധ പരിപാടി സെപ്റ്റംബർ 20 വരെ നമ്മൾ അനുബന്ധ പരിപാടികളാണ്. സെപ്റ്റംബർ 22 തൊട്ട് 27 വരെ നമ്മൾ വികസന കോൺക്ലേവാണ്. അതിൻ്റെ ഭാഗമായി ബാലകലോത്സവങ്ങൾ, കുടുംബശ്രീ കലോത്സവങ്ങൾ, ഭിന്നശേഷി കലോത്സവങ്ങൾ, വയോജന കലോത്സവങ്ങൾ, അതുപോലെ തൊഴിലാളികളുടെ NREG തൊഴിലാളികളടക്കം തൊഴിലാളികളുടെ സംഗമങ്ങൾ, എക്സിബിഷൻ, ഈ ജില്ലയൊട്ടാകെയുള്ള നമ്മുടെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എക്സിബിഷൻ, കുടുംബശ്രീയുടെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളുടെ പ്രദർശനം അടക്കം നമ്മുടെ പഞ്ചായത്തിനെ മൊത്തം ചലിപ്പിച്ചുകൊണ്ടൊരു വലിയ വികസന കോൺക്ലേവിനാണ് ലക്ഷ്യമിടുന്നത്. ആ കോൺക്ലേവിൻ്റെ ഭാഗമായി ഒരു വികസന റിപ്പോർട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ട്. ആ വികസന റിപ്പോർട്ടിൽ നമ്മുടെ 2025 ഈ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്ന ഉയർന്നത് 2025 ഞങ്ങളുടെ കൊച്ചു ഗ്രാമപഞ്ചായത്ത് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഞങ്ങൾ 2030 ഇതാ സ്വയം സമ്പൂർണ്ണമായ ഗ്രാമമാക്കി മാറാൻ പോവുകയാണ്. ആ സ്വയം സമ്പൂർണ്ണമായ ഗ്രാമങ്ങളിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഈ ഒക്ടോബർ 2-ാം തീയതി ഒരു ജനകീയ മാനിഫെസ്റ്റോ തയ്യാറാക്കി നമ്മൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ജനങ്ങളുടെ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ടും ആണ് നമ്മുടെ ഒരു വികസനത്തിൽ നമ്മൾ ഇടപെടുവാനുള്ള ഈ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു മാതൃകാപരമായ ഒരു ഇടപെടലാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും സമൂഹത്തിൻ്റെ ഏത് മേഖലയിലുള്ള ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടിയിലേക്ക് എല്ലാവരും കൂടെ കടന്നു വരണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്.